ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അതുപയോഗിച്ച് എങ്ങനെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഡീഹൈഡ്രേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ജലാംശം നീക്കം ചെയ്യുന്നതാണ്. അപ്പോൾ തിരിച്ച് പഴയ രൂപത്തിലാവാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇതിലേക്ക് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ 2 കിലോ ചിക്കൻ ഉപയോഗിച്ചാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കാണുമ്പോൾ കുറച്ചുള്ളൂ എന്ന് തോന്നുമെങ്കിലും ഇത് വെള്ളം കുടിച്ച് വരുമ്പോൾ ഇവന്മാരുടെ സ്വഭാവം അങ്ങോട്ട് മാറും. ഇതെല്ലാം നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. എന്നാ നമുക്ക് ഇവന്മാരെ കുറച്ച് വെള്ളം കുടിപ്പിച്ചാലോ? ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത പ്രോഡക്റ്റുകൾ നമുക്ക് ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. നാട്ടിലുള്ള ചക്ക, മാങ്ങ, പൈനാപ്പിളും തുടങ്ങിയ എല്ലാ ഫ്രൂട്ട്സുകളും, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വെണ്ടയ്ക്ക തുടങ്ങിയുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ സൂക്ഷിക്കുന്ന പ്രോഡക്റ്റുകൾ തനത് അവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതിയാകും. വിദേശത്തുള്ളവർക്ക് നമ്മുടെ നാട്ടിലെ രുചികൾ കൂടെ കൂട്ടാൻ ഈ പ്രോഡക്റ്റ് നിങ്ങളെ സഹായിക്കും. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഡീഡ്രൈ ന്യൂട്രിയിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പർ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്ക്. നമ്മുടെ ചിക്കൻ കറി